إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഈ പരിശുദ്ധമായ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും. എല്ലാ അമലുകൾക്കും ഒരു സ്റ്റോപ്പ് ഉണ്ട്. പക്ഷെ മുറിഞ്ഞു പോകാത്ത ഒരു അമൽ, സ്റ്റോപ്പ് ഇല്ലാത്ത അമല് അത് സ്വലാത്ത് മാത്രമാണ്. അതുകൊണ്ട് നാം ചെയ്യുന്ന ഏത് ഇബാദത്ത് എടുത്തു നോക്കിയാലും നാം നല്ല മനുഷ്യവർഗം എന്ന് മാത്രമല്ല ജിന്നവർഗമായാലും അതുപോലെ അല്ലാഹുവിന്റെ പ്രത്യേകമായ മാലാഖന്മാരായാലും അവർക്ക് നിരന്തരമായി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളുകൾ വെറും തസ്ബീഹ് മാത്രം, കുറെ ആളുകൾ വെറും തക്ബീർ മാത്രം, കുറെ മലക്കുകൾ വെറും അല്ലാഹുവിന് വേണ്ടിയിട്ട് ദിക്റുകൾ ചെല്ലുന്ന പരിപാടി മാത്രം, കുറെ മലക്കുകൾ റുക്കൂ, കുറെ മലക്കുകൾക്ക് സുജൂദ് മാത്രം. അതുപോലെ മനുഷ്യന്മാർ പല രൂപത്തിലുള്ള അമല് ചെയ്യുന്നു. പക്ഷെ ഈ അമലുകൾക്കൊക്കെയും ഒരു അവസാനമുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അഫ്ളൽ ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും നിന്നു പോകുന്ന, പറയാൻ ആളില്ലാത്ത ഒരു അവസ്ഥ ഇവിടെ വരുന്നത്. അതെപ്പോഴാണ്? മഹാനായ സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ ഊത്തൂതിയാൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ ഊത്തൂതിയാൽ ഇവിടെ എല്ലാം അസ്തമിച്ചു. നിസ്കരിക്കാൻ ആളുണ്ട, മനുഷ്യരുണ്ട, ഇവിടെ മനുഷ്യരുണ്ട, ജിന്നുണ്ട, മലക്കുകളുണ്ട. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും മരിച്ചു. എല്ലാരെയും മരിപ്പിച്ച അസ്റായീൽ അലൈഹിസ്സലാം പോലും മരിച്ചു. ഈ ലോകം മുഴുവൻ ശൂന്യമാണ്. നിസ്കാരമില്ല, തസ്ബീഹില്ല, തക്ബീറില്ല, തഹ്ലീലില്ല, ഒരു അമലും ഇല്ല. അന്ന് ലോകം മുഴുവനും ശൂന്യമാണ്. അന്ന് പടച്ചറബ് ഈ ലോകത്തോട് വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം വരും. ആ ചോദ്യത്തിന് മറുപടി പറയാൻ ആളുണ്ടാവൂല. അതാണ് അല്ലാഹുവിന്റെ ചോദ്യം. ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസം അധികാരം ആർക്കുള്ളതാണ്? ആരാണ് ഇന്നത്തെ രാജാവ്? ആരാണ് ഇന്നത്തെ മാലിക് എന്ന് അല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാൻ ആരില്ല. അല്ലാഹു തന്നെ മറുപടി പറയും. എന്താ? ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഖഹാറായ അല്ലാഹുവിനാണ് ഇന്നത്തെ അധികാരം. ഒരു ശബ്ദമില്ല, ഒരു ശബ്ദമില്ല, ഒരു ദിക്റിന്റെ ശബ്ദമില്ല, ഒരു തസ്ബീഹിന്റെ ശബ്ദമില്ല, ഒന്നുമില്ല. എല്ലാം മുറിഞ്ഞു. അറിഞ്ഞല്ലേ? കഴിയുന്നത് നിസ്കരിക്കാൻ ആൾ വേണ്ട, തസ്ബീഹിന് ആളുണ്ടോ? ആളില്ല, ഒന്നുമില്ല. പക്ഷെ അന്ന് എന്തുണ്ട്? സ്വലാത്തുണ്ട്. അതാണ് സ്വലാത്തിന്റെ മാത്രം. അന്ന് സ്വലാത്തുണ്ട്. ഏതാണ് സ്വലാത്ത്? ആ സ്വലാത്ത് ആദ്യം ഏറ്റെടുത്തതാരാ? സ്വലാത്തിന്റെ കാര്യം ആദ്യം ഏറ്റെടുത്ത ആളാരാ? ഇന്നല്ലാഹ്, അല്ലാഹുവാണ്. അന്ന് അന്തയില്ലേ? അന്ന് അന്തയില്ലേ? അന്ന് അന്തയില്ലേ? അന്നുണ്ടത്. അല്ലാഹു തആലയാണ് സ്വലാത്തിന്റെ കാര്യം ഏറ്റെടുത്തതെങ്കിൽ നിസ്കാരത്തിന്റെ കാര്യം ഏറ്റെടുത്ത, ദിക്റിന്റെ കാര്യം ഏറ്റെടുത്ത, മറ്റുള്ള അമലുകളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത അല്ലാഹുവിന്റെ സൃഷ്ടികൾ മുഴുവനും അന്ന് അസ്തമിച്ചു പോകുമ്പോ, എല്ലാവരും മരിച്ചു കിടക്കുമ്പോ മരിക്കാതെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, ഹയ്യായി ഖയ്യൂമായി അന്ന് അവിടെ ബാക്കിയാകുന്നത് അല്ലാഹ് മാത്രമാണ്. ആ അല്ലാഹുവാണ് സ്വലാത്തിന്റെ കാര്യം ആദ്യം ഏറ്റെടുത്തത്. എന്നിട്ടാണ് നമ്മോട് സ്വലാത്തിന്റെ വേണ്ടി പറഞ്ഞത്. അപ്പൊ അന്ന് ഇവിടെ ബാക്കിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അവിടെ എഴുതി വെച്ചു, എല്ലാ അമലുകളും ഒഴിഞ്ഞു പോകും, എല്ലാ അമലുകളും സ്റ്റോപ്പായി പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പോലും പറയാൻ ആളില്ലാത്ത ഒരു ദിവസം ഇവിടെ വന്നു പോകും. പക്ഷേ അന്നും ഇവിടെ ഹയാത്തോടെ ബാക്കിയാകുന്ന ഒരേ ഒരു അമലും അത് അസ്സലാത്തു അലൻ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. അതാണ് സ്വലാത്തിന്റെ മഹത്വം. ഒരിഞ്ഞു പോകാത്ത അമല, സ്റ്റോപ്പായി പോകാത്ത അമല. ആ സ്വലാത്താണ് നമ്മുടെ ജീവിതത്തിൽ നാം ധാരാളമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നാം പറയേണ്ടതും വർദ്ധിപ്പിക്കേണ്ടതും. അതുകൊണ്ട് ഇത് നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. മഹാന്മാർ പറഞ്ഞു, എല്ലാ അമലും ചിലപ്പോൾ അള്ളാന്റെ അടുത്തെത്തുമ്പോ അത് നിഷ്ഫലമായി പോകും. നിസ്കാരായാലും മറ്റുള്ള അച്ചായാലും ഖുർആനായാലും ചിലപ്പോൾ അള്ളാഹുവിന്റെ അടുത്തെത്തുമ്പോ ഒരു ഫലവും ഇല്ലാത്തതായി പോകും. പക്ഷേ ചെയ്താൽ 100% അള്ളാഹിന്റെ അടുത്ത് നിനക്ക് ഉറപ്പുള്ള ഒരേ ഒരു അമൽ. ഈ ചെയ്താൽ 100% എങ്ങനെ ചെയ്താലും ആളുകൾ കാണട്ടെ,
ആളുകൾ നോക്കട്ടെ, ആളുകൾ എന്നെ കുറിച്ച് പറയട്ടെ എന്ന ചിന്തയോടുകൂടിയിട്ടാ നീ സലാത്ത് പറയുന്നത്, നീ സലാത്ത് ചൊല്ലുന്നത്, സലാത്ത് മജ്‌ലിസിൽ കൂടുന്നത്, സലാത്ത് മജ്‌ലിസിൽ നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ആളുകൾ പറയട്ടെ, ആളുകൾ നോക്കട്ടെ, എന്റെ സ്വലാത്തിന്റെ ആ ഒരു അവസ്ഥ ആളുകൾ അറിയട്ടെ എന്ന ഈയത്തോടെ നീ ചെല്ലിയാലും 100% അള്ളാഹുവിന്റെ അടുത്ത് അതിന് പ്രതിഫലം ഉറപ്പാണ്. ഈ മറ്റൊരു എത്രത്തോളം മാനവർ മറ്റൊരാളെ ഗീബത്ത് ചെല്ലിയിട്ടാണ് സലാത്ത് ചൊല്ലുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ച് കൊഞ്ഞ ആള് സംസാരിക്കുമ്പോ കുറച്ച് കൊഞ്ഞ സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അയാള് പറയുന്ന സലാത്തിന് കളിയാക്കിയിട്ടാണ് നീ സലാത്ത് ചൊല്ലിയതെങ്കിൽ ആ സലാത്തിനും നിങ്ങൾക്ക് അള്ളാന്റെ അടുത്ത് കൂലിയുണ്ട്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം. അള്ളാന്റെ അടുത്ത് അത്രയും വലുതാണ്. ആ ഹബീബിനെ ഇൻഷാ അല്ലാഹ് നമുക്കും സലാത്തുണ്ട്. അതുപോലെ നമുക്ക് പറ്റുന്ന സന്തോഷിപ്പിക്കാൻ പറ്റുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഹബീബിനെ കൊണ്ടാടാം. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രിയാണ് റബീഉൽ അവ്വൽ 12ന്റെ രാത്രി, 12ന്റെ രാത്രി തിങ്കളാഴ്ചയും കൂടിയാണ്. എന്തായാലും റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയും മൊത്തം വന്ന സ്ഥിതിക്ക് നല്ലവരായ മുഅ്മിനീങ്ങളോട് വിമർശിക്കുന്ന ആളുകളോട് പ്രസവിച്ചതിന് വേണ്ടിയിട്ടല്ലേ തിങ്കളാഴ്ച നോമ്പ് സുന്നത്താക്കിയത്. അനുവിധങ്ങളും സാഹബത്തിനോട് ചോദിച്ച നബിയെ എന്തിനാ നബിയെ തിങ്കളാഴ്ച നോമ്പ്? അപ്പൊ റസൂലുള്ളാഹി ഫീഹി വുലിദതു, അന്നത്തെ ദിവസമാണ് എന്നെ പ്രസവിച്ചത്. എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമായതുകൊണ്ട് ആ ദിവസത്തിന് സന്തോഷിച്ച് ബഹുമാനിച്ച് തിങ്കളാഴ്ച നോമ്പ് നോക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തില്ലെങ്കിൽ ജാതക്ക് വന്നില്ലെങ്കിലും മറ്റുള്ള ജോലിക്കാനും മൗലിദോദാനും കൂടിയില്ലെങ്കിലും അന്നത്തെ 4 തിങ്കളാഴ്ച കൂടിയല്ലേ, പെച്ച ദിവസവും കൂടിയാണ്. അപ്പൊ അന്നത്തെ ദിവസം നോമ്പ് കുടിച്ചിട്ടെങ്കിലും ബഹുമാനിച്ചോളി. അതിന് ചെയ്യാൻ പറ്റും. ഏതായാലും എപ്പോഴും പിടിക്കുന്ന ആളാണ് 4 പിടിക്കണം തോന്നുന്നു. എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് പിടിക്കുന്ന ആണെങ്കിൽ പോലും ചിലപ്പോ 4ത്തെ ദിവസം ഒരു വിമർശിച്ചിട്ട് ആ നോമ്പ് ഒഴിവാക്കുന്ന ഒരു പദ്ധതിയിലായിരിക്കും ചിലപ്പോ. അതുകൊണ്ട് ഞാൻ നോമ്പ് പിടിക്കുന്ന സന്തോഷമായി. അതുകൊണ്ടല്ലേ അങ്ങനെ നോമ്പ് പിടിക്കുന്നത്. അത് വേണ്ടാണ്, നോമ്പൊക്കെ പിടിച്ചോളിക്കും. ആരും നിർബന്ധിക്കുന്ന സുന്നത്താണ്, നിർബന്ധ കാര്യമൊന്നുമല്ല. വീട്ടിലവർ 12-ന് സന്തോഷിക്കലും ഭക്ഷണം കൊടുക്കലും പിന്നെ റസൂലുള്ളാഹിന്റെ സലാത്ത് ചെല്ലലും മദ്ഹ് ചെല്ലലും സുന്നത്താണ്, നിർബന്ധമൊന്നുമല്ല, സുന്നത്താണ്. ചെയ്താൽ നമുക്ക് കൂലി കിട്ടും, ചെയ്യും. പക്ഷെ വിമർശിക്കണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല വിമർശിക്കുന്ന വേണ്ട, ചെയ്യുന്ന ആൾ ചെയ്യട്ടെ. കാരണം എന്താ, ചെയ്യുന്ന ആൾ വെറുതെ ചെയ്യാനുണ്ടോ? മഹാന്മാരെ രേഖകളും മഹാന്മാർ പഠിപ്പിച്ചുകൊണ്ട് ചെയ്യാനുണ്ട്. ഏതായാലും ചെയ്യാൻ പറ്റുന്നവരവനാണ്. ഇത് റസൂലുള്ളാഹി പ്രസവിച്ച ദിവസമാണ്. ആ ദിവസത്തിൽ നോമ്പ് കുടിക്കുന്ന സുന്നത്താണ്. അപ്പൊ 4 എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയും കൂടിയാണ്, റബീഉൽ അവ്വൽ 12 കൂടിയാണ്. അപ്പൊ എന്തിനു പങ്കെടുത്തില്ലെങ്കിലും നോമ്പ് കുടിച്ചില്ലെങ്കിലും ബഹുമാനിക്കൂ എന്നാണ് ഇവിടെയുള്ള ആളുകളോട്. നമുക്കെല്ലാം ബഹുമാനുണ്ട്. നമ്മുടെ ശബ്ദം ഇങ്ങനെ ഒരാളുകൾക്ക് എത്തുമല്ലോ, ക്ലാസും കാര്യങ്ങളും ഒരാളുകൾക്ക് എത്തുമ്പോൾ അവരോട് പറയാനുള്ളതാണ്, അതൊരു ബഹുമാനമാണ്. അങ്ങനെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ ബഹുമാനിക്കുക. കാരണം അത് ബഹുമാനിക്കാത്ത ആളെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ തോന്നുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്വന്തം ഒരു കുട്ടി പ്രസവിച്ച ദിവസം ഞമ്മ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ കേക്ക് പഠിക്കും, ബലൂണ് കെട്ടും, അങ്ങനെ ഡെക്കോർ ചെയ്യും, അതിന് വേണ്ടിട്ട് ചോറ് കറി ഉണ്ടാക്കും. മാറി ഞമ്മളെ മോനെ പ്രസവിച്ച ദിവസം ഓനെ കൊണ്ട് എന്തെങ്കിലും കൊണ്ട ഇപ്പൊ ഈ കേക്ക് കൂക്കാലം മുറിച്ചിട്ട് കുറച്ചപ്പുറത്തുമ്പോ ഞമ്മളെ ചവിട്ടിട്ട് പുറത്തിടും. എന്താ മോന്റെ ഇതിനെ ഞമ്മ ആക്കണ്ട, അത് പറയാൻ ചെയ്യണ്ട, ഞാൻ ചെയ്യും, ഒരിക്കണ്ട, ഞാൻ ഒരിക്കും, ബലൂണ് കെട്ടും. ഇങ്ങനെയാവോ ഇത് ഇങ്ങനെ ചെയ്യുന്നവർ ആ ചെയ്യൂല, സന്തോഷിക്കൂല. ഇതെന്ത് നിലപാടാണ്? ഇതൊരു ധിക്കാരല്ല. റഹ്മത്തായി ഈ ലോകത്തിലേക്ക്, നമുക്ക് മാത്രമല്ല ലോകത്തിന്റെ തന്നെ റഹ്മത്താണ്, ലോകത്തിന്റെ തന്നെ റഹ്മത്താണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വം പ്രസവിച്ച ആ ദിവസം നമ്മിലേക്ക് കടന്നു വന്ന ആ ദിവസത്തെ നാം ബഹുമാനിച്ചില്ലെങ്കിൽ അവയെ കുറിച്ച് എന്ത് പറയാനാണ്? അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ, നമ്മുടെ ചെറുതെ ഹബീബുകാരനെ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പ്രത്യേകമായി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ചെറിയ ഒരു കുട്ടി ഇന്നലെ നാലിയത്ത് സ്വലാത്ത് പഠിച്ചോനെ ആ കുട്ടിക്ക് ഈ സമയത്തിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവിനെ ആഫിയത്ത് തിരിച്ചു കൊടുക്കണേ. അല്ലാഹു ആരോഗ്യത്തോടെ ഉമ്മാന്റെ ഉപ്പാന്റെ മടിത്തട്ടിലേക്ക് ആ ചെറിയ കുഞ്ഞുമോനെ നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാഹു ശാരീരികമായി എന്ത് പ്രശ്നമാണോ എന്ന് നിനക്കറിയാം. അല്ലാഹുവേ, രോഗം കൊടുത്തത്, ബുദ്ധിമുട്ട് കൊടുത്തത്, ശരീരത്തിന്റെ ഉള്ളിൽ അണുക്കളെ ഏൽപ്പിച്ചത് നീയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് ഇല്ലായ്മ ചെയ്യലും, രോഗം മാറ്റിക്കൊടുക്കലും, അണുക്കളെ കരിച്ചു കളയലും റബ്ബായ നിനക്ക് പ്രയാസമല്ലല്ലോ. അല്ലാഹ് ആഫിയത്തോടെ ആരോഗ്യത്തോടെ ആ കുട്ടിയെ കുടുംബത്തിലേക്ക് നീ തിരിച്ചെത്തിക്കണേ റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും വസിയത്ത് ചെയ്തവരിലും. അവർക്കെല്ലാം ഈ പരിശുദ്ധമായ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് പരിപൂർണമായ റാഹത്തും ആഫിയത്തും സന്തോഷവും നൽകണേ റബ്ബ്. അല്ലാഹുവേ, നാം ചെയ്യുന്ന ജോലി, നമ്മുടെ ബിസിനസ്സുകൾ, നമ്മുടെ ഭാര്യമക്കളെ പോറ്റാൻ വേണ്ടി നമ്മുടെ ഓരോ കഷ്ടപ്പാടുകൾ, വാഹനങ്ങളിൽ അധ്വാനിക്കുന്നവർ, അതുപോലെ പല രൂപത്തിൽ
അധ്വാനിച്ച് ജോലി ചെയ്യുന്നവർ, കടലിൽ പോയിട്ട് അധ്വാനിക്കുന്നവർ എല്ലാവർക്കും ഹൈറായ രൂപത്തിലുള്ള ബറക്കത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. സന്തോഷത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. പടച്ചവനെ ആരെയും പടച്ചവനെ ഭക്ഷണത്തിന്റെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ സാമ്പത്തികമായി ആരെയും നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ഒരുപാട് കടങ്ങളുണ്ടല്ലോ. ഭാര്യ മക്കളുടെ നല്ലത് വെച്ചാൽ പോലെ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആ കടങ്ങളെ വീട്ടാനുള്ള വഴിയും നമ്മുടെ മുന്നിൽ നീ തുറന്നു തരണേ അല്ലാ. ഗൾഫിൽ മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും, നാട്ടിലെ സ്നേഹിതന്മാർ ആഫിയത്തുള്ള ദീർഘായുസ്സോടെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഇന്നും നാളെയും മറ്റേതും അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മുടെ നാട്ടിൽ ഹബീബായ തങ്ങളുടെ ആ പരിശുദ്ധമായ പെരുന്നാളുകളാണ്. പടച്ചവനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ, ചെറുപ്പക്കാർ, പല പേരുകളിൽ സംഘടനകളെ കൊണ്ട് അറിയപ്പെടുന്ന ഒരുപാട് യുവാക്കൾ ഹബീബായ തങ്ങൾക്ക് വേണ്ടി നല്ലോണം ഹദിയകളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നവർ, തന്നവർ, സന്തോഷിപ്പിച്ചവരാണ്. അവർക്ക് ഓരോരുത്തരെയും നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ഓരോരുത്തർക്കും അതിന്റെ പകരം അവിടുത്തെ ശഫാഅത്ത് നീ നിർബന്ധമാക്കണേ അല്ലാ. അവിടുത്തെ ഔദുൽ കൗസർ നിർബന്ധമാക്കല്ലാ. പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പൂമുഖം കണ്ട് സന്തോഷത്തോടെ ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. بحق سيدنا محمد صلى الله عليه وسلم كل من في الكون هام فيك يا باهي الجبين ولهم فيك غرام واشتياق وانين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم في معانيك الأنام قد تمددها إلينا أنت للرسول ختام أنت للمولى شكور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم حسبنا الله ونعم الوكيل نعم المولى ونعم النصير ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم.